തലേ ദിവസം ഇതുപോലെ ബാക്കി വന്ന കണ്ണച്ചപ്പത്തിരിയോ അല്ലെങ്കിൽ മടക്ക് പത്തിരിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കുമ്പോൾ അത് കുറച്ച് ഹാർഡായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ നമ്മളൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് അതിൽ മുക്കിയെടുക്കുക. 2 സൈഡ് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് തിരിച്ചു മറിച്ചും ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു പത്തിരിയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഗ്രേവിയും കൂടെ ഒന്ന് കുറച്ച് ഗ്രേവി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് തിക്ക് ഗ്രേവി ആയിക്കോട്ടെ കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടാം. പച്ചമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ ഒരു പത്തിരിയും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായി വരും ഇട്ടത്. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ സമയം. അത് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളത് റീമേക്ക് ചെയ്തെടുത്തതാണ് എന്ന് ഒരിക്കലും പറയില്ല, ആരും പറയില്ല. നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാം, നമുക്ക് നമ്മളെ കുട്ടികളെയും പറ്റിക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.